ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫ്ലേഡ് പലാസോ പാൻറ് സ്റ്റിച്ചിങ്ങും ദുപ്പട്ട സ്റ്റിച്ചിങ്ങുമാണ്. 7 വയസ്സുള്ള ഒരു കുട്ടിയുടെ അളവിലാണ് ഇത് ചെയ്യുന്നത്. ഇതിനായി ഞാൻ എടുത്തിരിക്കുന്നത് 2 മീറ്റർ ഷിമ്മർ നെറ്റും 1.25 മീറ്റർ ക്രേപ്പ് ലൈനിങ്ങുമാണ്. ഒരു ഗ്രീൻ ഗോൾഡൻ മിക്സ്ഡ് ഷെയ്ഡിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണിത്. ഇതിന്റെ ലെങ്ത് വന്നിട്ട് 29 ഇഞ്ചും വേസ്റ്റ് വന്നിട്ട് 22 ഇഞ്ചുമാണ്. വേസ്റ്റിൽ വെക്കാനായി 20 ഇഞ്ച് 1 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ ഷോർട്ട് കുർത്തിയും പലാസോ പാൻറ്റും കട്ടിംഗ് വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ തീർച്ചയായും അതൊന്ന് പോയി കണ്ടോളൂ. അപ്പോൾ ഒട്ടും വൈകിക്കുന്നില്ല, നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിലോട്ട് പോകാം. ആദ്യം നമുക്ക് മെയിൻ ഫാബ്രിക് എടുക്കാം. അതിന്റെ മുകളിൽ ലൈനിങ് ഫാബ്രിക് വെച്ചുകൊണ്ട് മിഡിലിൽ നിന്നും സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ മിഡിലിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ കട്ടിംഗ് സമയത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടുണ്ടെങ്കിൽ ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മിഡിലിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നത്. ശേഷം നേരെ തിരിച്ച് ഇപ്പുറത്തെ വശം കൂടി കംപ്ലീറ്റ് ചെയ്യാം. ഞാനിവിടെ പാൻറിന്റെ 2 കാലും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി സൈഡ് ക്രോച്ച് സ്റ്റിച്ച് ചെയ്യാം. അതിനായി 2 പീസും ഒരുമിച്ച് വെച്ച് മുകളിൽ നിന്നും താഴേക്ക് സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ ഡബിൾ സ്റ്റിച്ചിങ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ ക്രോച്ചിന്റെ 2 സൈഡിലും ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കാലിന്റെ 2 സൈഡും ജോയിൻ ചെയ്യാം. ഇത് ലൈനിങ് പലാസോ ആയതിനാൽ ആദ്യം തന്നെ ക്രോച്ചിന്റെ താഴെയായി മിഡിലിൽ ഒരു ചെറിയ സ്റ്റിച്ച് ഞാൻ കൊടുക്കുന്നുണ്ട്. ഇത് ലൈനിങ്ങും പാൻറ്റും ഒരേപോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. ഇനി ലൈനിങ്ങിനെ മുകളിലേക്ക് മാറ്റി മെയിൻ ഫാബ്രിക് രണ്ടും ഒരുമിച്ച് വെച്ച് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യാത്തതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഇത് പലാസോ പാൻറ് ആയതിനാൽ വിടർന്ന് നിൽക്കും. അപ്പോൾ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഒരുമിച്ച് വെച്ചാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പെർഫെക്ഷനും ഭംഗിയും ഉണ്ടാവില്ല. രണ്ടും സെപ്പറേറ്റ് ആയി സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതും ബെസ്റ്റും. ഇനി സ്റ്റിച്ച് ചെയ്ത മെയിൻ ഫാബ്രിക് ഉള്ളിലോട്ട് വലിച്ച് ലൈനിങ് മാത്രം രണ്ടും ഒരുമിച്ച് വെച്ച് ഒരു സ്റ്റിച്ച് താഴെ വരെ കൊടുക്കാം. ഇനി നമുക്ക് വേസ്റ്റ് ബാൻഡ് ജോയിൻ ചെയ്യാം. അതിനായി ഞാനിവിടെ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി വെച്ച പാൻറ്റിന് മുകളിലായി വേസ്റ്റ് ബാൻഡ് പീസ് വെക്കുകയാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, വേസ്റ്റ് ബാൻഡ് പീസിൽ നിന്നും 1/2 ഇഞ്ച് വിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇനി ഇതിനെ റൗണ്ടിൽ മുഴുവനായി സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നാൽ നമ്മൾ ഇവിടെ നേരത്തെ 1/2 ഇഞ്ച് വിട്ടിട്ടുണ്ടല്ലോ, അതുവരേക്കും സ്റ്റിച്ച് ചെയ്താൽ മതി. ഇനി ബാക്കി വരുന്ന തുണിയും നേരത്തെ വിട്ട 1/2 ഇഞ്ചും ഒരുമിച്ച് വെച്ച് സൈഡിലൊരു സ്റ്റിച്ച് കൊടുക്കാം. ഇങ്ങനെയാണ് വേസ്റ്റ് ബാൻഡിന്റെ പീസ് റൗണ്ടിൽ ജോയിൻ ചെയ്യുന്നത്. ഇനി എക്സസ് പീസ് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് വേസ്റ്റ് ബാൻഡ് പീസ് ഇലാസ്റ്റിക് വെക്കാനായി മടക്കി അടിക്കാം. ഞാനിവിടെ 1 ഇഞ്ച് ഇലാസ്റ്റിക് ആണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആ ഒരളവിലാണ് മടക്കി അടിക്കുന്നത്. ശ്രദ്ധിക്കുക, വേസ്റ്റ് ബാൻഡ് എപ്പോഴും ലൈനിങ്ങിലുള്ള ഭാഗത്തേക്ക് വേണം ജോയിൻ ചെയ്യാൻ. കാരണം മുമ്പിലോട്ട് മടക്കി അടിക്കുമ്പോൾ നല്ല പെർഫെക്ഷനും ഫിനിഷിങ്ങും കിട്ടും. ഇലാസ്റ്റിക് ഇടാൻ ചെറിയൊരു ഹോൾ വിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. 22 ഇഞ്ചുള്ള ഈ വേസ്റ്റിന് ഞാൻ 20 ഇഞ്ച് ഇലാസ്റ്റിക് ആണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ കുറച്ചെടുക്കുന്നത് ഇലാസ്റ്റിക് ടൈറ്റായി നിൽക്കാൻ വേണ്ടിയാണ്. ഇനി ഈ ഇലാസ്റ്റിക് ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് വേസ്റ്റ് ബാൻഡിന്റെ ഉള്ളിലോട്ട് ഇടാം. ഞാൻ ഈ ഇലാസ്റ്റിക്കിനെ ഇപ്പുറത്തെ സൈഡിലൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക്കിനെ ജോയിൻ ചെയ്യാം. ഇലാസ്റ്റിക് ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഒരു സൈഡിന് മുകളിൽ മറ്റേ സൈഡ് കൂടി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇങ്ങനെ ജോയിൻ ചെയ്യുന്നത് കട്ടി കൂടി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇലാസ്റ്റിക് ഇടാൻ വെച്ച ഹോൾസ് കവർ ചെയ്യാം. അതിനായിട്ട് ഇലാസ്റ്റിക് നല്ല പോലെ ഉള്ളിലോട്ടാക്കി വെക്കണം. എന്നിട്ട് ഇലാസ്റ്റിന് മുകളിൽ സ്റ്റിച്ച് വീഴാതെ നല്ല പോലെ ശ്രദ്ധിച്ചുകൊണ്ട് തയ്ക്കാം. ഞാനിവിടെ തയ്ച്ചു കഴിഞ്ഞു. ഇനി എല്ലാ ഭാഗത്തും ഒരേപോലെ വരുന്ന രീതിയിൽ തുണിയെ അഡ്ജസ്റ്റ് ചെയ്യാം. ശേഷം ഇലാസ്റ്റിക്കിന്റെ മുകളിലൂടെ വലിച്ചുകൊണ്ട് ഒരു സ്റ്റിച്ച് ഇടാം. ഇങ്ങനെ സ്റ്റിച്ച് ഇടുന്നത് കൊണ്ട് ഇലാസ്റ്റിക് പൊട്ടിപ്പോവാതെയും തെന്നി മാറാതെയും ഇരിക്കും. മാത്രവുമല്ല ഇത് നല്ല പെർഫെക്ഷനും ലുക്കും നൽകും. നിങ്ങൾക്ക് വേണമെങ്കിൽ മിഡിലിൽ മാത്രമായോ അതല്ലെങ്കിൽ 2 സൈഡിലായോ ഇങ്ങനത്തെ സ്റ്റിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിനെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി പാൻറിന്റെ സൈഡിലായി റോൾ ഹെമ്മിങ് ചെയ്യാനാണ് ഉള്ളത്. ഞാനിവിടെ സിംഗറിന്റെ ടേബിൾ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതിനുള്ള സൗകര്യമില്ലെങ്കിൽ നോർമൽ മെഷീൻ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അതിനായി ആദ്യം നേരെ ഒരു മടക്ക് മടക്കി ഫുൾ റൗണ്ട് സ്റ്റിച്ച് ഇടാം. ശേഷം മറ്റൊരു മടക്ക് മടക്കി അതിന് മുകളിൽ വീണ്ടും ഒരു സ്റ്റിച്ച് ഇടാം. ഇങ്ങനെ ചെയ്യുന്നത് നല്ല പെർഫെക്റ്റ് സർക്കിൾ റൗണ്ടിൽ വരാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ 2 മടക്കി മടക്കി അടിക്കുകയാണെങ്കിൽ ഇത്ര പെർഫെക്ഷനിൽ വരാൻ സാധ്യതയില്ല. മാത്രവുമല്ല മടക്കി അടിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടും തോന്നും. അതുകൊണ്ട്
അതുകൊണ്ട് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു രീതിയിലാണ് ചെയ്യേണ്ടത്. ഞാനിവിടെ ലൈനിങ്ങിന് റോൾ ഹെമ്മിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതേപോലെ മെയിൻ ഫാബ്രിക്കിലും റോൾ ഹെമ്മിങ് ചെയ്യണം. ഇപ്പോൾ ഇവിടെ പാൻറ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദുപ്പട്ട റെഡിയാക്കാം. കസ്റ്റമർ ദുപ്പട്ട വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പലാസോ പാൻറ് ക്രോസ് കട്ടിങ് ചെയ്യുന്നത് കൊണ്ട് സൈഡിൽ ബാക്കിയുള്ള തുണി വെച്ചിട്ടാണ് ഞാൻ ദുപ്പട്ട റെഡിയാക്കുന്നത്. ഞാനിവിടെ ദുപ്പട്ട റെഡിയാക്കാനായിട്ട് ആദ്യം 4 സൈഡും റോൾ ഹെമ്മിങ് ചെയ്യുകയാണ്. ശേഷം ദുപ്പട്ടയുടെ മിഡിൽ ഭാഗത്തായി സാരിക്ക് മടക്കുന്നത് പോലെ 2-3 മടക്ക് മടക്കി അതിനു മുകളിൽ ഹെവി ആയിട്ടുള്ളൊരു ബോർഡർ കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നത് കുട്ടികൾക്ക് കൂടുതൽ കംഫർട്ടോടെ ധരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ പാൻറ്റും ദുപ്പട്ടയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെയുള്ള ഡ്രസ്സ് കുട്ടികൾ ഇടുമ്പോൾ കൂടുതൽ ഭംഗി കാണാറുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റായി ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതിന്റെ കട്ടിംഗ് വീഡിയോ കാണണമെന്നുള്ളവർ നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇനി അടുത്തത് ടോപ്പ് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. നിങ്ങളുടെ ഓർഡറുകൾക്കായി ഞങ്ങളുടെ സീലൂക്സ് എന്ന പേജിലോ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഫോർ വാച്ചിങ്.